എനിക്ക് അവരെ വീണ്ടും കാണണം. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. കുറച്ച് സമയം കാത്തിരിക്കൂ. ഞാൻ തിരക്കിലാണ്. നീ വരുന്നുണ്ടോ? നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് അല്ലേ? ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കിയാലോ? ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ആൻഡ് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്ക് അവരെ വീണ്ടും കാണണം. വീണ്ടും കാണണം അല്ലെങ്കിൽ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കാണണം എന്നാ പറയുന്നത്. ഐ വാണ്ട് ടു സീ എന്നാ പറയാ. വാണ്ട് ടു സീ ആണ് കാണണം. വീണ്ടും എന്നുള്ളതിന് എന്താ പറയാ? അഗെയിൻ. സോ ഐ വാണ്ട് ടു സീ അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ them. I want to see them again. I want to see them again. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഒരു കാര്യം പറ്റില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നാണ് വയ്യ എന്ന് പറയുന്നത്. കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ കഴിയും എന്നുള്ളതിന് can ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിയില്ല എന്ന് കാണിക്കാൻ നമ്മൾ cannot അല്ലെങ്കിൽ can't ആണ് പറയുന്നത്. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. കാത്തിരിക്കുക എന്നുള്ളത് എന്താ? വെയിറ്റ് ആണ്. ഐ കാൺട്ട് വെയിറ്റ്. ഐ കാൺട്ട് വെയിറ്റ് അല്ലെങ്കിൽ ഐ കനോട്ട് വെയിറ്റ് ആണ് എനിക്ക് കാത്തിരിക്കാൻ വയ്യ. കുറച്ച് സമയം കാത്തിരിക്കൂ. കുറച്ച് എന്നുള്ളതിന് എന്താ പറയാ? നമ്മൾ നേരത്തെ കുറെ വീഡിയോസിൽ പറഞ്ഞു a little എന്നാ പറയാ. കുറച്ച് എന്നുള്ളതിന് a little അല്ലെങ്കിൽ a few നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് സമയം കാത്തിരിക്കൂ. വെയിറ്റ് ഫോർ എ ലിറ്റിൽ വൈൽ എന്നാ പറയാ. Wait for a little while. While എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് സമയത്തിനെ കാണിക്കാനാണ്. a little while എന്ന് പറയുന്നത് കുറച്ച് സമയം. ഞാൻ തിരക്കിലാണ് എന്നുള്ളതിന് നമുക്കറിയാം ഡെയിലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐ ആം ബിസി, ഐ ആം വെരി ബിസി. ഞാൻ ഭയങ്കര തിരക്കിലാണ്. ഐ ആം ബിസി എന്നാ പറയാ. ഐ ആം ബിസി. നീ വരുന്നുണ്ടോ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു. English Mitra. Stop worrying, start learning.